കയ്പില്ലാത്ത രീതിയിൽ പാവയ്ക്ക ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പ വഴിയാണ് ഇന്ന് കാണിക്കുന്നത്. കയ്പാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ കഴിക്കാത്തവരും കഴിച്ചു പോകും. എന്ന് വെച്ചാൽ ബ്രോക്കലിയുടെ ഇരട്ടി ബീറ്റ കാരോട്ടിൻ, ചീരയുടെ ഇരട്ടി കാൽസ്യം, വാഴപ്പഴത്തിൻ്റെയോ ഇരട്ടി പൊട്ടാസ്യം ഇതിൽ ഉണ്ട്. പിന്നെ വൈറ്റമിൻ B1, B2, B3, വൈറ്റമിൻ സി, മാഗ്നീഷ്യം, ഫോളറ്റ്, സിങ്ക്, ഫോസ്ഫറസ്, മാഗ്നീസ് എന്നിവയും പാവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധന ശക്തി മെച്ചപ്പെടുത്തുകയും ആൻറ്റിവൈറൽ ഗുണങ്ങൾ ഉള്ളതിനാൽ മൂക്കുരു, പാടുകൾ, ചർമ്മത്തിലെ അണുബാധ, മൂക്കുരു, പാടുകൾ പതുക്കെ മാറ്റാൻ സാധിക്കും. മുട്ടയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവ അടങ്ങിയിരിക്കുന്നു. പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, അല്ലെങ്കിൽ ഒരു അരമുറിയിൽ കൂടുതൽ വേണ്ട, പാവയ്ക്കയുടെ അളവനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതിയാകും. പിന്നെ വന്നിട്ട് പാവയ്ക്ക ഒരു മുറിയോ ഒരു പാവയ്ക്കയോ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. കുറച്ച് ഉപ്പിട്ട് നല്ല രീതിയിൽ പാവയ്ക്ക ഒന്ന് വിരകി ഞെവിടി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ അതിന് ഉപ്പും പാവയ്ക്കയിൽ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരവി വെക്കുന്നത്. അപ്പോൾ വിരവി ഒരു 2-3 സെക്കൻഡ് വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് പാത്രം വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ പാവയ്ക്ക നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഉപ്പ് പിടിക്കുമ്പോഴത്തേക്ക് അതിൽ വെള്ളം ഊറിയിരിക്കുന്നുണ്ടാവും. ഊറിയിരിക്കുന്ന വെള്ളവും കൂടെ ഉള്ളതിനാൽ പാവയ്ക്കയിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആദ്യം പാവയ്ക്കല്ല ഇടേണ്ടത്, ഉള്ളിയാണ് ഇടേണ്ടത്. പാവയ്ക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനങ്ങ് പാവയ്ക്ക ഇട്ട് പോയെന്നേ ഉള്ളൂ. അപ്പം ഉള്ളിയാണ് ആദ്യം ഇട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോഴാണ് പിന്നെ നമ്മൾ പാവയ്ക്ക ഇടേണ്ടത്. ഉള്ളിയിൽ വൈറ്റമിൻസ്, മിനറൽസ്, നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഉള്ളിയിലുണ്ട്. പിന്നെ കൂടുതൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഇതിൽ ധാരാളമുണ്ട് ഉള്ളിയിൽ. ഉള്ളി മറവി രോഗത്തിനും തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എന്നിവ ചെറുക്കുന്നതിനും നല്ലതാണ്. പിന്നെ ശ്വാസം മുട്ടൽ അത് കുറയ്ക്കുന്നതും ഉള്ളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഉള്ളി നമ്മൾ എത്രത്തോളം കഴിക്കുന്നോ നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെയെല്ലാം അധികം ഉള്ളി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം പുറം സ്ഥലങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ ബോംബെ, മറ്റുള്ള രാജ്യങ്ങളിൽ, കന്നഡ, എല്ലാ ആൾക്കാരും സാധാരണ ചപ്പാത്തി കഴിക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ ഒരു ഉള്ളി, സവാള 1-2 സവാള ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെറുതെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട്. പച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഉള്ളി നമ്മൾ കറിയിലിട്ട് കഴിക്കുന്നതിനെയും കാട്ടി ഫലപ്രദമാണ്. എന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന മിനറൽസും വൈറ്റമിൻസും നാരുകളും ഇത് എല്ലാം നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേവാതെ തന്നെ അത് പോകുന്നത് കാരണം ഒന്നും കൂടെ ഫലപ്രദമായ ഗുണമാണ്. അപ്പം ഉള്ളി നമ്മളെല്ലാം ആഹാരത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഉള്ളി ധാരാളം നമ്മൾ ചേർക്കുക. വിശേഷിച്ച് കേരളീയർ എപ്പോഴും വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി എല്ലാം ആഹാര സാധനങ്ങളുടെ കൂടെ നമ്മൾ പാകം ചെയ്യുമ്പോൾ കഴിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അവർ കൂടുതലും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് കാണുന്നത്. നമ്മളാണ് അധികം ഉള്ളി ചേർത്ത് കഴിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് കൊളസ്ട്രോളിനെയും കുറയ്ക്കും. എല്ലാ പച്ചക്കറികളിലും കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കും. അങ്ങനെയും ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അത്രത്തോളം. അപ്പം ഉള്ളി ഒരു നിസ്സാരക്കാരനായിട്ട് നമ്മൾ കരുതാൻ പറ്റില്ല. പാവയ്ക്ക് അതേപോലെ തന്നെ ഒരു നിസ്സാരക്കാരൻ പച്ചക്കറിയായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അത്രത്തോളം ഇതായിട്ടുള്ള ഒരു കൂട്ടങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 3 ഉള്ളിയും പാവയ്ക്കയും പിന്നെ മുട്ടയും ആണ് ഇതിനകത്ത്, പച്ചമുളകും ഇത് അടങ്ങിയിരിക്കുന്നത്. നല്ല ഒരു പോഷക ആഹാരമായിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി ആയാലും ചോറായാലും അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഷുഗറിന് ഏറ്റവും നല്ലതാണ്. കറി പാവയ്ക്ക ഒന്നിട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ അത് വെന്തില്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാടങ്ങ് വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പാകത്തിനുള്ള വേവ് മതി പാവയ്ക്കയ്ക്ക്.
അധികം ഭയങ്കര കളറങ്ങ് മങ്ങിപ്പോകുന്ന കണക്ക് ആക്കേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം നമ്മൾ തേങ്ങ ഇടുക. തേങ്ങയും വീണ്ടും നമ്മളൊന്ന് കുറച്ച് നേരം ഒരു 2 സെക്കൻഡോ 5 സെക്കൻഡോ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങയും പാവയ്ക്കയും പച്ചമുളകും ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരും. വന്നതിന് ശേഷം നമ്മൾ അത് തുറന്ന് നോക്കി. അപ്പം അതെല്ലാം ആവശ്യത്തിന് ആയതിന് ശേഷം നടുക്കൊന്ന് നീക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയിട്ട് ഈ മുട്ട നമുക്ക് അടിച്ച് കലക്കി അങ്ങനെ ഒഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എളുപ്പ വഴിയിൽ വേണമെങ്കിൽ, നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലൊരു ശകലം കുറച്ച് ഉപ്പും കൂടി ഒന്ന് തൂറ്റി ഒന്ന് അടച്ച് വയ്ക്കുക. ഇതാക്കി കുറച്ച് ഉപ്പ് തൂറ്റി നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ആകുമ്പോൾ ഒന്ന് ആവി പിടിക്കുന്ന സമയത്ത് നമുക്ക് അത് പിന്നെ വീണ്ടും ഇതാക്കാം. അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ പച്ചക്കറികൾ നമ്മളൊന്ന് മേളിൽ ഇട്ടൊന്ന് തൂറ്റുന്നത് നല്ലതാണ്. അപ്പോൾ 2 സെക്കൻഡായി. 2 സെക്കൻഡിന് ശേഷം നമ്മൾ ഇത് ഒന്ന് അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അതിനെ ഇതാക്കുക. അപ്പോൾ മുട്ട അകത്തൊന്ന് നമ്മൾ അടച്ചപ്പോൾ അകത്തൊന്ന് വേകാൻ സാധിച്ചു. അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഈ പാവയ്ക്ക അരിഞ്ഞ് അത് വെഴുക്ക് വരട്ടി വെച്ചിരിക്കുന്ന അത് ഇതിൻ്റെ മേളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് നേരം ആകുമ്പോൾ ആ മുട്ടയുടെ ഇതെല്ലാം ഈ പാവയ്ക്കയിലും ഉള്ളിയിലും ഒക്കെ പിടിക്കാൻ കഴിയും. എന്നിട്ട് അടയ്ക്കുമ്പോൾ അതിൻ്റെ മണവും അതിൻ്റെ രുചിയെല്ലാം ഈ എല്ലാ ഇതിലും കൂടെ മുട്ടയുടെ എല്ലാത്തിലും കൂടെ പിടിച്ച് അതങ്ങനെ ഒന്ന് സെറ്റായി വരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കുക. കണ്ടില്ലേ, അങ്ങനെ അത് വെന്തു, അത് മുട്ട കട്ടിയായി. അത് എല്ലാം കൂടി നമ്മൾ ഇളക്കുമ്പം തേങ്ങ ഇട്ടതേ കാണത്തില്ല, തേങ്ങ ഇട്ടെന്നേ അറിയത്തില്ല. തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ തേങ്ങ ഇടുന്നത് നല്ലതാണ്. തേങ്ങ ഇടുന്നത് കൊണ്ട് നമുക്ക് മലശോചനങ്ങളൊക്കെ, നമുക്ക് ശരിക്ക് മലങ്ങളൊക്കെ പോകാനും എല്ലാം സാധിക്കുന്നതാണ് തേങ്ങ. പിന്നെ ചിലവർ പറയും തേങ്ങ അധികം കഴിച്ചുകൂടാ, അതിൽ ഷുഗറുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. എല്ലാം അധികമായാൽ അമൃതം വിഷമാണ്. അപ്പം നമ്മളെല്ലാം പാകത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ, കുറച്ച് തേങ്ങ, ഇങ്ങനെ എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിച്ചാലും നല്ലതാണ്. ഞാൻ രാത്രിയിൽ ഈ പച്ചക്കറികൾ മാത്രമാണ് കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറയല്ല. കാര്യം എല്ലാവർക്കും വിശക്കും. അത് കാരണം പിന്നെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ രീതി അനുസരിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ കാപ്സൊക്കെ ഒഴിവാക്കി നേരത്തെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായാലും എല്ലാ അസുഖങ്ങളും നമുക്ക് മാറിക്കിട്ടും. അപ്പം ഇതും നമുക്ക് ഷുഗറിന് ഏറ്റവും നല്ല അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മുട്ടയിട്ടിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും കഴിച്ചു നോക്കാം. കയ്പധികം ഉണ്ടാവില്ല. കയ്പില്ലാത്ത നല്ല ടേസ്റ്റോട് കൂടിയ നല്ലൊരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വെറുതെ വേണമെങ്കിലും നമുക്ക് ചോറില്ലാതെ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും അധികം എടുക്കാതെ വെറുതെ വേണമെങ്കിലും നമുക്കിതൊരു കഴിക്കാം. രാത്രിയിൽ അല്ലെങ്കിൽ ഏത് നേരം വേണമെങ്കിലും കഴിക്കാവുന്ന ഒന്നാണ്.